ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള പട്ടികയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, വലിയ വിവാദങ്ങൾക്കിടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അന്തിമ വോട്ടർ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. വിവരങ്ങൾ. അനുജ, അല്പസമയം മുമ്പാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപടികൾ പൂർത്തിയാക്കിയ അവസാനഘട്ട വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ വിവാദങ്ങൾക്കും വലിയ പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും വഴിവെച്ച ഒരു വോട്ടർ പട്ടികയാണ് ബീഹാറിലേത്. ജൂൺ 24-ന് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ അത് വലിയ രാഷ്ട്രീയ വിവാദമാവുകയും ചില വോട്ടുകൾ അത് മനഃപൂർവ്വം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും BJP-യുടെയും ഒത്തുകളിയാണ് ഇത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സുപ്രീം കോടതിയെ പ്രതിപക്ഷ പാർട്ടികൾ സമീപിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഒടുവിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന 11 രേഖകൾക്ക് ഒപ്പം തന്നെ ആധാർ കാർഡ് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് പരിഗണിച്ച് ഒരു വോട്ടർ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കരട് വോട്ടർ പട്ടികയിൽ 65 ലക്ഷത്തോളം പേരെ ഒഴിവാക്കിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തുടർന്ന് ഏതാണ്ട് 1 മാസത്തോളം സമയം തുടർന്നുള്ള രേഖകൾ നൽകിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകുന്നതിനും കൂടാതെ ഈ കരട് വോട്ടർ പട്ടികയിൽ തന്നെ പരാതികളുണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിനുമായി സമയം നൽകിയിരുന്നു. അതനുസരിച്ച് നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 16,93,000 ഉൾപ്പെടുത്തൽ അപേക്ഷകളും ഒപ്പം തന്നെ 2,17,000 ഒഴിവാക്കാനുള്ള പരാതികളും ലഭിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ഈ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും അനുജ, ഈ അന്തിമ വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ മാത്രമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള അല്ലെങ്കിൽ എത്ര പരാതികളിൽ തീരുമാനമെടുത്തു, അതിൽ എത്ര എണ്ണം ഉൾപ്പെടുത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടില്ല. വെബ്സൈറ്റിൽ ഈ കരട് വോട്ടർ പട്ടിക അപ്ലോഡ് ചെയ്യുകയും വോട്ടർമാർക്ക് തങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് എന്നുള്ള നിർദ്ദേശവുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പുറത്തുവിടും അല്പസമയത്തിനകം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കമ്മീഷൻ കടക്കുകയാണ്. ഒക്ടോബർ 4-5 തീയതികളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബീഹാർ സന്ദർശിച്ച് ഈ തെരഞ്ഞെടുപ്പിനുള്ള തീയതിയിൽ അന്തിമ തീരുമാനമെടുക്കും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.